പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 ഡാറ്റ ആൻഡ് ഓപ്പറേഷൻ കോഡ് നമ്പർ 336 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ഫസ്റ്റ് ചാപ്റ്ററിന്റെ MCQ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷവും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസ് അനുസരിച്ചിട്ടാണ് 336 ഡാറ്റ എൻട്രി, അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ 229 ഡാറ്റ എൻട്രി ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. 10 ചാപ്റ്ററിൽ 6 ചാപ്റ്റർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്നാൽ ഈ ചാപ്റ്റർ 632 വൊക്കേഷണൽ ഡാറ്റ എൻട്രി, 631 കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ, 608 ബേസിക് കമ്പ്യൂട്ടിംഗ് എന്നീ സബ്ജക്റ്റുകൾക്കും ഈ ചാപ്റ്റർ ബാധകമാണ്. അത്തരം സബ്ജക്റ്റ് എടുത്ത വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. സാധാരണയായി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ വിവിധ തരം ക്വസ്റ്റ്യൻസ് കാണും. ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ഫുൾ ഫോം എഴുതാനുള്ള ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ടാവും, ബ്രാക്കറ്റ് എന്ന് കറക്റ്റ് എഴുതാനുള്ള ഉണ്ടാവും. ഇങ്ങനെ പല രീതിയിലുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രൂ ഓർ ഫാൾസ് ആണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഫുൾ ഫോം എഴുതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരുപാട് വേർഡ്സുകൾ ഉണ്ട്. ഇതിൻ്റെ ഫുൾ ഫോം എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ 1/2 മാർക്കായിരിക്കും, അല്ലെങ്കിൽ 1 മാർക്കിനായിരിക്കും ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ഓരോന്നും എഴുതിയിട്ടുണ്ട്. ALU എന്നാണ് അരിതമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. CU എന്നാണ് കൺട്രോൾ, U എന്നാണ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. CPU സെൻട്രൽ, P എന്നാണ് പ്രോസസ്സിംഗ്, U എന്നാണ് യൂണിറ്റ്. CRT അല്ലേ, കമ്പ്യൂട്ടർ സ്ക്രീനിങ് 2 CRT ഉണ്ട്, LCD. നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മോഡാണ് CRT എന്ന് പറഞ്ഞാൽ കാത്തോഡ് റേ ട്യൂബ് എന്നാണ്, കാത്തോഡ് റേ ട്യൂബ്. അടുത്ത LCD ആണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അടുത്ത് CPS എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ പ്രിന്ററിന്റെ സ്പീഡ് അളക്കാനാണ്, ക്യാരക്ടർ പെർ സെക്കൻഡ്. OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം. OCR എന്ന ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. RAM മെമ്മറി 2 രീതിയിലുണ്ടാണ്, പ്രൈമറി മെമ്മറി, സെക്കൻഡറി റാമും റോം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺ മെമ്മറിയാണ്. അത് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പെട്ടാണ് ബേസിക്, കോമൺ, ഫോർച്യൂണർ. ബേസിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിക്കുന്നത്. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് കോഡാണ്. അടുത്ത കോബോളിന്റെ ഫുൾ ഫോം ആണ് കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ ഫോർമുല ട്രാൻസാക്ഷൻ. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ 1 ഇതിൽ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. 1 മാർക്കിൻ്റെയും 1/2 മാർക്കിൻ്റെ ഉള്ളത് 2 വീഡിയോയിൽ, മൊത്തം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 3 വീഡിയോയെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ന്യൂ സിലബസ് അനുസരിച്ച് ഡാറ്റ എൻട്രിയുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, തുടർന്നുള്ള വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകിച്ച് NIOSന്റെ SSLC +2 അഡ്മിഷൻ, വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും കുറഞ്ഞ ഫീസിൽ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.